ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സമൂസ ഷീറ്റ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ്സാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓളൊക്കെ അമർത്തി വെക്കുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. ഞാൻ 2 ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനു വേണ്ടി സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് 1/2 കപ്പിലും കൂടുതലായിട്ട് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ പോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പോലെ ഷുഗറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് പാലെടുത്ത് ഇതിലേക്ക് 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല തിക്കായി വരണം. തിക്കായി വന്നാലേ ശരിയാവുള്ളൂ. തിക്കായി വരുമ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അടുത്ത പണി, ഇതാ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ്. ഞങ്ങളെപ്പോഴും സമൂസ ഉണ്ടാക്കാനെങ്കിലും ഈ കമ്പനിയെ വാങ്ങാറുള്ളൂ കൂടുതലും, കാരണം ഇതിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. അപ്പോൾ സമൂസ ഷീറ്റ് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾക്കിത് 2 പീസാക്കി എടുക്കണം. സെൻറ്ററിന് ഇതുപോലെ ഇതിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒരെണ്ണം എടുത്ത് റോളാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഫിംഗർ വെച്ച് റോളാക്കി എടുക്കാം. ഇനി ലാസ്റ്റ് മൈദപ്പശ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കണം. കണ്ടില്ലതാ, ഇതുപോലെ റോളാക്കി എടുക്കണം. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ സമൂസ ഷീറ്റ് എടുത്ത് ഇതുപോലെ ഫിംഗർ വെച്ച് ആദ്യം ഇതുപോലെ തടവി കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. ലാസ്റ്റും മൈദപ്പശ ഒന്ന് തടവി കൊടുക്കാം. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കാം. ഞാനിവിടെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് സമൂസ ഷീറ്റ് എടുത്ത് നേരത്തെ പോലെ തന്നെ പകുതിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും ചെയ്യാം. അപ്പോൾ വലുതായിട്ട് അതും കാണാൻ നല്ല സ്റ്റൈലായിരിക്കും. ഞാനിവിടെ ചെയ്യുന്നത് പകുതിയാക്കിയിട്ടാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കാം. ഇനി ഇതുപോലെ വീണ്ടും മടക്കി ഇതിലൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. മുഴുവനും നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൽ കാണുന്നത് പോലെ ഇതുപോലെ മടക്കിയെടുക്കാം. അതിനുശേഷം വീണ്ടും സെൻട്രലായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. അടിയിൽ ടൂത്ത് പിക്കോ ചെറിയ ഇറുക്കളോ എന്തെങ്കിലും കൊണ്ടും ഇതുപോലെ കുത്തി കൊടുക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾക്ക് മൈദപ്പശ വെച്ചും ചെയ്യാം. ഇതിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഇതുപോലെ ഇതുപോലെ തേച്ച് കൊടുക്കണം. എന്നിട്ട് സെൻട്രലായിട്ടും മുഴുവനായിട്ട് തേച്ച് കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം ഇവിടെയും തേച്ച് ഇങ്ങനെ മടക്കി കൊടുത്താലും മതിയാവും. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കാം. ഞാനിവിടെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ റെഡിയാക്കിയ റോള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ തിരിച്ചും മറിച്ചിട്ട് നല്ല കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് രണ്ട് ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനിട്ട് ഒരു ഭാഗമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതും അതെ നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം.
അപ്പോൾ അതാ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇതും ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഇതിന് വേണ്ടി ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പിലും കൂടുതലായിട്ട് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. 1 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം തിളച്ച് മെൽറ്റായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിതാ ഞാൻ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ മുക്കി ഓരോന്നും നമ്മൾക്ക് മാറ്റിയെടുക്കാം. മുഴുവനും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ടൂത്ത് പിക്ക് ഇതിൽ നിന്ന് ഉരിയെടുക്കുന്നുണ്ട്. ഇനിതാ ഈ ബൗളിലേക്ക് 2 സ്പൂണ് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ന്യൂട്ടെല്ല ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഫ്ലവറില്ല ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിസ്തയിലൊന്ന് ജസ്റ്റ് ഇതുപോലെ ഇതിൽ കാണുന്നത് പോലെ ഒന്ന് മുക്കി കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം. കുറച്ച് ഇതുപോലെ ഒന്ന് ഡിപ്പാക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ കണ്ടില്ല, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ മുഴുവനെ നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് കൂടി റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റർഡ് ഈ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കുകയാണ്. മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ റോളിൽ ഇതിനകത്ത് കസ്റ്റർഡ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയും അകത്തുള്ള ഈ സ്വീറ്റൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് മുഴുവനും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഒച്ച കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. ദീപാവലിൻ്റെ ഭയങ്കരത്തിൽ പടക്കം പൊട്ടുകയാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഒച്ച ഇതിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റുന്നില്ല, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി ന്യൂട്ടെല്ല വെച്ച് ഞാൻ ചോക്ലേറ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്, നല്ല സ്വീറ്റ്സാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്താനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.